അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താമരശ്ശേരിയിൽ നിസ്കാരം നടക്കുന്ന പള്ളിക്കുള്ളിൽ കയറി ജയ് ശ്രീറാം വിളിച്ച് അക്രമം നടത്തിയ സംഘി പള്ളിമാം ഫാറൂഖ് കാസിമിയെ അടിച്ചുകൊന്ന ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കണ്ട് ഞെട്ടലോടെ ഹജ്ജിന് പോകാൻ പുറപ്പെട്ട സാനിയ മിർസയെ തെരുവിലിരിക്കുന്ന ഇതൊക്കെ ചെയ്യുമ്പോഴും, പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുമ്പോഴും, ഫർദയെക്കുറിച്ച് മോശമായി പറയുമ്പോൾ, പലതും പറയുമ്പോൾ വിളിക്കുന്നത് ക്രൂരമായി, പലതിൻ്റെ പേരിലും പലരും വധിക്കപ്പെടുമ്പോൾ, തല്ലുമ്പോൾ ജയ് ശ്രീറാം എന്നാണ് വിളിക്കുന്നത്. എത്രയോ ഇവിടുത്തെ ഹൈന്ദവന്മാർ പല നാടുകളിൽ പോയി ജോലി ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട് മതേതരത്വമുള്ള രാജ്യമാണ്. മതമാത്രമുള്ള ചില രാജ്യങ്ങളിൽ പോയി അവിടെ ഇവിടുന്ന് പോകുന്ന ഹിന്ദുക്കളോട് അക്രമം ചെയ്തുകൊണ്ട് അല്ലാഹു അക്ബർ എന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിളിച്ച് ഭീഷണിപ്പെടുത്തുകയോ നൊമ്പരപ്പെടുത്തുകയോ വിദേശികളെപ്പോലും അത്തരത്തിലുള്ള ദ്രോഹിക്കുന്ന ഒരു സംഭവം നമുക്ക് കേൾക്കാൻ സാധിച്ചില്ല. എന്നാൽ ഇവിടുത്തെ പൗരന്മാരെ തന്നെ വളരെ മോശമായി കൊണ്ട് ആക്രമിക്കുകയും ഗർഭിണികൾക്ക് തൃശ്ശൂൽ കയറ്റുകൊണ്ടും ജയ് ശ്രീറാം എന്ന് വിളിക്കുകയും ചെറിയ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തുകൊണ്ട് അവിടെയും ജയ് ശ്രീറാം എന്ന് വിളിച്ച് ആഘോഷിക്കുമ്പോൾ ഇവിടുത്തെ നല്ലവരായ ഹിന്ദുക്കൾ ഇതിനെതിരെ ശക്തമായി ഉണരേണ്ടതുണ്ട്. നമ്മുടെ ദൈവത്തെ വിളിച്ചുകൊണ്ട് അക്രമം ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ഇതുകൊണ്ട് കിട്ടുന്ന മെസ്സേജ് ജയ് ശ്രീറാം ഒരു അക്രമിയായിരുന്നു, അക്രമം ചെയ്യുമ്പോൾ ഈ ഒരു നാമം ഉച്ചരിക്കേണ്ടതാണ് എന്ന് പലരും തെറ്റിദ്ധരിക്കാൻ കാരണമുണ്ട്. നല്ലവരായ ഒരുപാട് ഹിന്ദുക്കൾ ഇവിടെയുണ്ട്. അവരാണ് ഇത്തരത്തിലുള്ള മോശമായ പ്രവർത്തനം ചെയ്തുകൊണ്ട് അവരുടെ ദൈവത്തെ വിളിച്ചുകൊണ്ട് ആഘോഷിക്കുമ്പോൾ ഇത് ശരിയല്ല എന്ന് ബോധം നൽകേണ്ടതവരാണ്. എന്നാലും ഇവിടുത്തെ ചില ഭീകരന്മാർ, തീവ്രവാദികൾ, എത്ര പറഞ്ഞാലും ബുദ്ധിയില്ലാത്ത പലരും എന്തക്രമം ചെയ്യുമ്പോൾ ജയ് ശ്രീറാം എന്ന് വിളിച്ചുകൊണ്ട് പല നിലക്ക് അക്രമം ചെയ്യുമ്പോൾ വളരെ വേദനിപ്പിക്കുന്നത്, സാനിയ മിർസ ഹജ്ജിന് പോകുമ്പോൾ ആ റിപ്പോർട്ട് വാർത്തയിൽ വരുമ്പോൾ അതിൻ്റെ കമൻറ്റിലൂടെ ഒരുപാട് തെരുവിളികളാണ്, ഒരുപാട് മോശപ്പെട്ട വിളികളാണ് സാനിയ മിർസയെക്കുറിച്ച് പറയുന്നത്. ഞാൻ ഹജ്ജിന് പോകുന്നുണ്ട്, എന്തെങ്കിലും മനവിഷമം ആയിരിക്കെങ്കിൽ എൻ്റെ ഭാഗത്ത് വന്നു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണമെന്നുള്ള ഒരു പോസ്റ്റർ ഫേസ്ബുക്കിലിട്ടപ്പോൾ, അത് വാർത്ത ചാനലുകൾ വന്നപ്പോൾ അതിൻ്റെ കമൻറ്റിലൂടെ എന്തെല്ലാം തെരുവിളികളാണ്. തീർച്ചയായും ഒരു മനുഷ്യൻ നല്ലവനാകുമ്പോൾ അതിനെതിരെ പരിശുദ്ധമായ ഇസ്ലാമിനെ മോശമായി പറയുമ്പോൾ, അതുപോലെ പള്ളി ഇമാമായ ഫാറൂഖ് കാസിമി അദ്ദേഹത്തെ എല്ലാവരും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്ന ഒരു ഇമാമായിരുന്നു. അദ്ദേഹം ഒരു അറബിക് കോളേജ് നടത്തിയിരുന്ന ഉത്തർപ്രദേശിലെ പ്രതാപ്ഗഡ് മോഹാർ എന്ന് പറയുന്ന സ്ഥലത്ത് അറബിക് കോളേജ് നടത്തിക്കൊണ്ടിരുന്നയാൾ, അദ്ദേഹം ഇവിടുത്തെ മതേതര പക്ഷത്തിന് വോട്ട് ചെയ്യണമെന്ന് പ്രഖ്യാപിച്ച ഒറ്റ കാരണം കൊണ്ട് ആ ബഹുമാനപ്പെട്ട ഷഹീദ് മൗലാന ഫാറൂഖ് കാസിം ഉസ്താദിനെ കൊലപ്പെടുത്തുകയും ചെയ്ത ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ പലയിടങ്ങളിൽ നിന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തക്രമം ചെയ്താലും ഇവിടെ ചോദിക്കുന്നവരില്ല, കേൾക്കുന്നവരില്ല എന്നുള്ള ധൈര്യമാണ് ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്ക് അവർക്ക് ഏറെ പ്രേരണ നൽകുന്നത്. തീർച്ചയായും ഓരോന്നിനും കണക്ക് പറയേണ്ടി വരും. ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ബഹുമാനപ്പെട്ട ഇമാം ഫാറൂഖ് കാസിം ഉസ്താദിന് അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ. ശുഹദാക്കളുടെ പ്രതിഫലം അള്ളാഹു നൽകട്ടെ. ഇത്തരത്തിലുള്ള അക്രമികളെ തൊട്ട് അള്ളാഹു നമ്മെ, നമ്മുടെ സമൂഹത്തെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.